program brought to you by Bean Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമ്മളോടൊപ്പം സിനിമാ വിശേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു അതിഥിയാണ്. UAE തന്നെ രണ്ടാമത്തെ സിനിമയുടെ ഇതിൽ നിൽക്കുന്ന കൃഷ്ണപ്രിയാണ്. നമസ്കാരം മാം. നമസ്കാരം. പുതിയ സിനിമാ വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ള. ഏതായാലും ഒരു സിനിമ റിലീസായി, അത് കഴിഞ്ഞ് അത് ഓഡിയൻസ് ഏറ്റെടുത്തു, അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ റൺ ചെയ്തു. അടുത്ത പുതിയ ഒരു സിനിമയിലോട്ട്, എന്താണ് ആ സിനിമയുടെ പേര്? ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് ആലി. ആലിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ ആലി ഞങ്ങൾ ഫസ്റ്റ് സ്കെഡ്യൂള് കന്യാകുമാരിയിലാണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ഇവിടെ ഈ ഒക്ടോബറിൽ ഞങ്ങൾ അബുദാബിയിൽ ഫിനിഷ് ചെയ്ത്. അബുദാബിയിലും കുറച്ച് ഷാർജയിൽ ഇൻഡോറും അങ്ങനെ കുറച്ച് പോർഷൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ആംബിയൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയാൻ കാര്യം. നമ്മൾക്ക് ചില സ്ഥലത്തൊന്നും എടുത്താൽ ആ ഒരു സുഖം കിട്ടത്തില്ല, പക്ഷേ ഇത് കുറച്ച് സോങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു അല്ലേ? ഷൂട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അത് എഡിറ്റിംഗ്, ഇനി ഡബിങ്, പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. ശരിക്കും എത്ര ദിവസം എടുത്തു ഈ ഷൂട്ട്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഫസ്റ്റ് സ്കെഡ്യൂൾ 15 days ആയിരുന്നു. പക്ഷേ നമ്മൾ 14 days വൈൻഡപ്പ് ചെയ്തു. പിന്നെ സെക്കൻഡ് സ്കെഡ്യൂള് 8-9 days എടുത്തു. 10 days എടുത്താണ് തീർത്തത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ബ്രേക്കൊക്കെ ഇട്ട് ചെയ്ത് തീർത്തു. കാരണം നമുക്ക് ഇവിടെ ആകുമ്പോൾ കുറച്ച് സൗകര്യം ഉണ്ടല്ലോ. പിന്നെ ഇവിടെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നാട്ടിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തീർത്തു. ഈ രണ്ട് എക്സ്പീരിയൻസ് തമ്മിൽ, ഇപ്പോൾ നാട്ടിൽ പകുതി ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് പകുതി UAE ഷൂട്ട് ചെയ്തു. ഈ രണ്ട് എക്സ്പീരിയൻസിൽ ഇനി മാം ഒരു പുതിയൊരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പം എവിടെയായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക? ഇവിടെ തന്നെ ആയിരിക്കും. കാര്യം നമുക്ക് ഇവിടെ എല്ലാം ഹാൻഡിയാണ്, നമുക്കറിയാം ഇന്ന സ്ഥലം. പക്ഷേ വേറെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാലും, ഇപ്പോൾ ആർട്ടിൻ്റെ ആളാണെങ്കിലും ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് ഒരാളെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട്. കാര്യം അതിന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം അവർക്ക്, ഇന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ ഇപ്പം ഷാർജ എന്നുള്ള ഒരു നമ്മളിപ്പോൾ ആർട്ടിൻ്റെ ആളെടുത്തിന് ഷാർജ എന്നായിരുന്നു. പക്ഷേ ആൾക്ക് അബുദാബിയിലെ സ്ഥലങ്ങൾ അറിയില്ല. അതുവരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അബുദാബിയിൽ ഒരു ആർട്ടിനെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്. ഞാൻ ആർട്ട് ബേസ് ഞാൻ പറയാം. അപ്പം ആളുകളിപ്പം പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരും ആണ് അബുദാബിയിലുള്ളവരോ ഷാർജയിലോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഇത് സിനിമ ബന്ധപ്പെട്ട് അറിയുന്നുള്ളവർക്കാണെങ്കിൽ എളുപ്പമാണ്. അപ്പം നാട്ടിൽ പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ പിന്നെ മറ്റൊരാളെ ആശ്രയിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം. അപ്പം അത് നോക്കുകയാണെ എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനാണ് കുറച്ച് താല്പര്യം. ഇവിടെ ഷൂട്ട് ചെയ്യാനാണ്. അപ്പം പിന്നെ നമുക്കൊരു നമ്മളുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല. ട്രെയിനിലെ സീനാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ സെറ്റ് ഇടണം. അപ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറും. പിന്നെ ഒരു ബസ് സ്റ്റോപ്പും ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് വേണ്ടി അവർ നിൽക്കത്തില്ല, നമ്മൾ അതിലേക്ക് ചെന്നിട്ട്, അതായത് നാച്ചുറലായിട്ട് നമ്മൾ പോയി എടുക്കുക അത്രേ ഉള്ളൂ. അപ്പം പെർമിഷൻ ഈ സ്ട്രീറ്റിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പോയി ചെയ്യാം. അല്ലാതെ നമുക്ക് വേണ്ടി ഒരു ബസ്, പക്ഷെ ചിലത് നമ്മൾ ഇൻഡോറൊക്കെ എടുക്കാനായിട്ട് ബസ് നമ്മൾ ബസ് എടുത്തു, നമ്മൾ റെന്റിന് എടുത്തിട്ട് ചെയ്തു. അപ്പം പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി, ഈ പ്രോപ്പർട്ടി അവൈലബിലിറ്റി ആണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ സമയത്തിന് കിട്ടത്തില്ല. പിന്നെ അവരുടെ സമയത്തിനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലിമിറ്റേഷൻസ് പക്ഷേ അത് ലിമിറ്റേഷൻസ് കൂടുതലാണെങ്കിലും പിന്നെ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇവിടെ ഈസി അല്ലേ? ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ടൈമിൽ നമ്മളത് ഫിനിഷ് ചെയ്യണം. ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത സാധനം ഇന്ന് തീർന്നില്ലെങ്കിൽ അപ്പോൾ ഒരു മുടക്കം വന്നാൽ പോയി. നമുക്ക് രണ്ടാമത് കിട്ടണമെങ്കിൽ അറിയാം നമുക്ക്. പിന്നെ ഒരു ഷൂട്ടിംഗ് അപ്രൂവൽ വരെ അറിയാം, ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ എടുക്കുന്നത്, ആ ദിവസം തന്നെ ആ ഷൂട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് എക്കണോമിക്കലി നന്നാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഇതിന്റെ പിന്നെ നമുക്കൊരു ഷൂട്ടിംഗ് അപ്രൂവൽ റിസൾട്ട് കിട്ടാൻ തന്നെ 20 days എടുക്കും. ഇപ്പൊ മിക്ക മലയാളം സിനിമയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരെണ്ണം മിസ്സായ പിന്നെ അവര് കണ്ടിന്യൂസ് ആയിട്ട് 50-60 days ഒക്കെ പോകുന്ന കേട്ടിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ഇത്രയും ദിവസം ഇതാണെങ്കിൽ തന്നെ ഞാൻ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടോ. ഞാനതുകൊണ്ട് പല ലൊക്കേഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇവിടെ നടന്നില്ലെങ്കിൽ ഇവിടെ, അവിടെ നടന്നില്ല അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഇൻഡോർ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ആരാണോ നമുക്ക് പെർമിഷൻ തരുന്നത് അവിടെ പോയി നമുക്ക് നേരത്തെ കൂട്ടി ചെയ്യും. അതിപ്പോൾ ഗവൺമെൻറ്റും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻഡോർ കിട്ടുന്നത് നിങ്ങൾ ഇൻഡോർ ചെയ്തോ, പെർമിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് തീർക്കുക. പിന്നെ ഔട്ട്ഡോർ വരുമ്പോൾ നമുക്ക് എല്ലാം അവരുടെ ഫുൾ എന്താ പറയുക CIDയും
പോലീസ് ഇതെല്ലാം ഇൻസ്പെക്ഷൻ എന്തോ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, പെർമിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് നമുക്ക് ഡേയ്സ് വേണം, 20 days അഡ്വാൻസ് വേണം. പക്ഷേ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യണമെന്നാണ് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ? ആക്ച്വലി ഫെബ്രുവരിയാണ് പ്ലാൻ ചെയ്യുന്നത്, ഫെബ്രുവരി ഓർ മേ ബി. കാര്യം മാർച്ചിൽ റംസാൻ വരുന്നു, ആ സമയത്ത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഏപ്രിൽ മെയോ അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളാണ് നമ്മൾ ഫെസ്റ്റിവലിനെയും കൂടെ നമ്മളൊന്ന് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ശരിക്കും കൃഷ്ണ എന്താണ് സോങ്സ് എഴുതാറുണ്ട്, പിന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓതറാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ വിസയുടെ ആളുകൂടിയാണ് അല്ലേ? ഞാൻ അറിഞ്ഞു UAE-ലെ അബുദാബിയിൽ നിന്ന് ഫസ്റ്റ് ഗോൾഡൻ വിസ കിട്ടിയ ഒരാളാണ്, അതും ആസ് എ ഡയറക്ടർ എന്നുള്ള റെക്കഗ്നൈസേഷനിൽ അല്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമാണ് അതെല്ലാം. തീർച്ചയായിട്ടും. ഞാനും അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല കിട്ടുമ്പോൾ. അപ്പം നോർമലി എൻ്റെ വിസ റിന്യൂവൽ ടൈമായി, ആ സമയത്താണ് ഞാൻ കൊടുത്തത്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ. ഇപ്പം നമ്മൾ ബിസിനസ് ഇതൊക്കെ അറിയാലോ, ഇൻവെസ്റ്റേഴ്സിന് എത്രമാത്രം അവിടെ ഡിപ്പോസിറ്റ് വെക്കണമെന്നൊക്കെ അറിയാം. പക്ഷേ ഇതല്ലാതെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് വെച്ച് കിട്ടുമെന്നുള്ള. അപ്പോൾ എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ അബുദാബിയിൽ എല്ലാ സ്ക്രിപ്റ്റും ഞാൻ ഇവിടെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഫസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുക. ഇപ്രാവശ്യം നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തു, അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം കാര്യം എനിക്കിപ്പം അറിയാമല്ലോ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡയറക്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം അറിയാത്തതുകൊണ്ട് ആദ്യമേ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഷൂട്ടും ഇതെല്ലാം ചെയ്ത. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞാൽ കൊടുത്തതാണ്. അപ്പം മീഡിയ കൾച്ചർ സെൻ്ററിലെല്ലാം എൻ്റെ പേര് ഓൾറെഡി ഉണ്ട്, ഞാനിവിടെ ഡയറക്ടറാന്നുള്ളതും സ്ക്രിപ്റ്റ് റൈറ്ററാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ സ്ക്രിപ്റ്റിന് അപ്രൂവൽ വന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു പെട്ടെന്ന് അത് എൻ്റെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവാർഡ് ചെയ്യുന്നത്. അപ്പം അവിടെ ഇമിഗ്രേഷൻ ഹെഡ് എനിക്ക് തരുമ്പം ഇത് പറഞ്ഞുകൊണ്ടാണ് തരുന്നത് തന്നെ. അപ്പം ഭയങ്കര അഭിമാനം ഫീൽ ചെയ്തു. പക്ഷെ അത് പുറത്ത് പറയാനോ നമ്മൾ ആളെ കൂട്ടാനോ അന്നും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചുമില്ല. പക്ഷെ പിന്നീട് ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് കൊണ്ട് പിന്നെ എൻ്റെ അർബാബ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ തരാം, നീ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഗ്രേറ്റ് ആണ്. കാരണം ഓരോരുത്തരും ഈ സംഭവങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര കൊട്ടിഘോഷിച്ച് ചെയ്യുന്ന സംഭവം ഇത് ഇത്രയും നാളായിട്ടും ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആ കാര്യം കൂടെ നമ്മൾ ചോദിച്ചു. 3-4 മാസമായിരുന്നു കിട്ടിയിട്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, ഇത് ഗവൺമെൻറ് അവാർഡ് ചെയ്തതാണ്. നമുക്ക് ഇല്ല അറിയാലോ, അബുദാബിയിൽ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പിന്നെ കുറേ ഫീൽഡിൽ നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ എനിക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും. ഈ മണ്ണിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് ചിലപ്പോൾ ഇതുകൊണ്ടുണ്ട് 16-17 കൊല്ലം നമ്മളിവിടെയാണ്. ഞാൻ ഏകദേശം 10 കൊല്ലത്തോളമായി, 10-11 കൊല്ലമാവുന്നു ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. നമ്മൾ എല്ലാം ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അല്ല, അബുദാബിയിലാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അബുദാബിയുടെ ഒരു കുറച്ച് ഡെവലപ്മെന്റ് നമ്മളും 1% നമ്മളും പാർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം ഞാൻ പണ്ട് മീഡിയയിലൊക്കെ ആയിരുന്നു, കൈരളിയിലായിരുന്നു ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദുബായിൽ വന്നതിന് ശേഷം, ദുബായിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്, പിന്നെ അവിടുന്ന് ഗൾഫ് ന്യൂസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ മീഡിയ ആയിട്ടുള്ള എല്ലാം വിട്ട് ഞാൻ അബുദാബി പോയപ്പോൾ കുറേ കാലം ജോലി ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങിയപ്പോൾ ജോലി കിട്ടാനില്ല. പിന്നെ ഞാൻ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കാര്യം നമ്മൾ ഓവർ ക്വാളിഫൈഡ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം. അപ്പോൾ അതെങ്ങനെ പിന്നെ തരണം ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എൻ്റെ മേഖലയായിരുന്നില്ല. അതുകൊണ്ട് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഫസ്റ്റ് പോകുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ട്രെയിനറെ കോഴ്സിൻ്റെ ട്രെയിനറെ അത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഞാൻ എന്നിട്ട് പറയും, അപ്പോൾ അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ടേക്ക് ദ എക്സ്പീരിയൻസ് ഓഫ് ലൈക്ക് നോ മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുത്തായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പോലും അത് വേണ്ട, ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു ബി ദിസ്. ഞാനൊന്നെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ലെക്ചററോ പ്രൊഫസറോ ആയി മാറാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി കല്യാണം ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഞാൻ വരുന്ന ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ടീച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ പഠിപ്പിക്കാൻ പോയാണ്. അപ്പോൾ 4 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലായിടും അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ CV ഇങ്ങനെ കീറി കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിൽ അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി വി ആർ ഓവർ ക്വാളിഫൈഡ്, നമുക്ക് കിട്ടത്തില്ല. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടെ PG ചെയ്തു, PG ഇൻ സൈക്കോളജി, പിന്നെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ബ്രേക്ക് എടുത്ത് ഞാനിവിടെ വരുന്നത്.
അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ സെൽഫ് ബിസിനസ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ് ഇവിടെ ഫീസിബിൾ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ചിൽഡ്രൻസ് എഡ്യൂക്കേഷനാണ് ഏറ്റവും വേണ്ടത്. ആ സമയത്ത് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഒരു ചലഞ്ചായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം പഠിച്ചിട്ട് ഒരു സർവേ ഒക്കെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇത് ഗ്രാജുവലി ഇത് ഗ്രോ ചെയ്ത് വന്നു. കോവിഡ് വന്നപ്പോൾ വാട്ട് ഹാപ്പൻ, ഒരു പണിയില്ലാതെ ഞങ്ങൾ ഓൺലൈൻ. അപ്പോൾ ഞാൻ ഓൺലൈനിനെ കുറിച്ച് പഠിച്ച് ടീച്ചേഴ്സിന് ഓൺലൈൻ ട്രെയിനിങ് കൊടുത്തു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സിനൊക്കെ അത് എളുപ്പമായി. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുത്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയില്ല. നമുക്ക് 1 അവറിൻ്റെ വർക്കേ ഉള്ളൂ, ഇവർ ചെയ്യുന്നത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എഴുതുന്നുണ്ടാവും, വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ടാവും. 20 years ബാക്ക് എഴുതുമായിരുന്നു. അത് എൻ്റെ ഫാദർ പറഞ്ഞ് എഴുതണ്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിർത്തിയിരുന്നു. പിന്നെ കവിതാ മത്സരം ഇതിലൊക്കെ പോവും, പക്ഷെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ ഈ സമയത്ത് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ പോയംസ് എഴുതിയിട്ട് ഞങ്ങളെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ കുറച്ചൊന്ന് മലയാളത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പം ഓൺ 7th day എനിക്കൊരു അനുഗ്രഹം കിട്ടുന്ന പോലെ ഞാൻ എഴുതി തുടങ്ങുകയാണ്. ഇപ്പോൾ എഴുത്തിലേക്ക് വന്നത് ചോദിക്കുന്നത്, അതിന് മുമ്പേ എൻ്റെ മോൻ്റെ എഴുത്തിന് വേണ്ടി മൂകാംബി ദേവി ക്ഷേത്രത്തിൽ പോയി. അവിടെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് മോനെ എഴുതിപ്പിച്ചത് ഞാനാണ്. കാര്യം സാധാരണ ഫാദറിൻ്റെ മടിയിലിരുത്തി കുട്ടികളെ എഴുതിപ്പിക്കും. മോനെ അങ്ങനെ ഇതാക്കിയത്. പക്ഷെ ആ പോറ്റി, ഐ മീൻ ഇരിക്കുന്ന ആളുണ്ടല്ലോ തന്ത്രി, പുള്ളി പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നുകൊണ്ട് എന്നെ ഇരുത്തിയതിന് ശേഷം മോനെ എടുക്കൂ എന്നിട്ട് എഴുതിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല ഇത് സരസ്വതി മണ്ഡപത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് തന്നെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇനി മുമ്പ് പോകുമ്പോഴൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നടന്നത് അവിടെ ഇരുത്തി എഴുതി. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ കുറച്ച് എഴുതിയത് എവിടെയാണ്, പക്ഷെ അതങ്ങനെ ഫുള്ളൊന്നും ആകത്തില്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫാദർ മരിക്കുന്നു. 7th day ഒരു ഫുൾ പാട്ട് എഴുതുന്നു. അപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാനിത് സോങ് ആക്കുന്നു. അത് പിന്നെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ഒരു 4 months ഇങ്ങനെ വെയിറ്റ് ചെയ്തത് പിന്നെ വിഷ്വലൈസ് ചെയ്തു. അത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയമാണ്. അപ്പോൾ അത് ഓക്കെ, ഇത് എൻ്റെ ഫാദറിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പം ആൾ മരിച്ചു പോയപ്പം ആളുടെ ഒരു പ്രയറോടെ ഇട്ടിട്ട് പ്രയർ എഴുതി തന്നിരുന്നു. അത് ഇട്ടിട്ട് ഞാൻ എൻ്റെ കവിതകളൊക്കെ ഇട്ടു തുടങ്ങി. അപ്പോൾ കവിതകൾ പിന്നെ ഞങ്ങൾ പാട്ടാക്കി, ആൽബം സോങ് ആക്കി, കുറേ ചെയ്തു. പിന്നെ ജിത്തു ജോസഫിനെ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു ഞാൻ. കാരണം ഒരു സോങ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതാണ് ദൃശ്യം 2-ല്. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സോങ് ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം അങ്ങനെ ഒരു അതിന് സമർപ്പണം ചെയ്തുകൊണ്ടൊരു സോങ് എഴുതി ആളെ ഞാൻ വിളിച്ച് പറഞ്ഞിങ്ങനെ. അപ്പോൾ ആൾ പറഞ്ഞ് സെൻഡ് ചെയ്ത് തരും, ഞാൻ കേൾക്കട്ടെ, കേട്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഫോട്ടോസ് വെച്ചിട്ട് ദൃശ്യം 2-ൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങളിത് വീഡിയോ ആക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ സോങ് ചെയ്തു. അപ്പോൾ അതിന് ഒത്തിരി അപ്രിസിയേഷൻ കിട്ടി, ഒത്തിരി പേര് കണ്ടു. ആൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതെ, അവിടെ നിന്നാണ് ആക്ച്വലി സിനിമയിലേക്ക് പോകണം എന്നുള്ള തോന്നുന്നത്. അപ്പം എൻ്റെ ഒരു സോങ് എങ്കിലും ഫിലിമിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ കുറച്ച് നാൾ നടന്നു, 2 കൊല്ലത്തോളം ഒരുപാട് പേരെടുത്ത് നടന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഡയറക്ടർ ഞാൻ തന്നെ പഠിക്കുകയാണ്, ലേണിംഗ് ആണ്. നമ്മളെല്ലാ സാധനം ചെയ്തത് പഠിക്കുകയാണ്. അങ്ങനെ ഒരു 3-4 ഷോർട്ട് ഫിലിംസും കുറേ വീഡിയോ സോങ്സുമായി. അങ്ങനെ കുറേ ആയപ്പോഴത്തേക്കും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയതുപോലെ. പക്ഷെ എന്നാൽ പോലും എനിക്കത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു മൂവി എടുക്കാൻ പോകുമ്പോഴത്തേക്കും. അങ്ങനെ ആരും നമ്മളുടെ സോങ് ഫിലിമിലേക്ക് ഇടുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇത്രയും വലിയൊരു പഠനമായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ആദ്യം ഒരു ഡയറക്ടറെ വെച്ചു, പക്ഷെ ആളെ കൊണ്ട് പറ്റുന്നില്ല, നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു 5th day ആയപ്പോഴത്തേക്കും മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ ഡയറക്ഷൻ തുടങ്ങിയാണ്. അപ്പോൾ അസോസിയേറ്റ് ആയിട്ട് നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ആൾ നമ്മുടെ രീതിയിലും സഹകരണമില്ല, സപ്പോർട്ട് വരുന്നില്ല. അപ്പം ബർഗർ എവിടെ, എന്ത് പറയണം, ഇങ്ങനെയൊന്നും ആരും വരരുത് ഇവിടെ വരുമ്പം. കാര്യം നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ട് അവർ ചോദിക്കുന്നത് ഇവിടെ ഈ ചോറും കറിയൊക്കെ ഉള്ളൂ, ബർഗർ ഇല്ലേ, നട്ട്സ് പോരട്ടെ, ഡേറ്റ്സ് പോരട്ടെ. അപ്പം ഞാൻ ചോദിച്ചു ഇത് എടുക്കാനാണോ വന്നിരിക്കുന്നത്? അപ്പോൾ ആൾ പറയുന്നത് തന്നെ 1-2 സീൻ വെച്ച് നമുക്ക് തീർക്കാം. അപ്പോൾ ആളുടെ പ്ലാൻ 2 months ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കുക, പോവുക, ഇടയ്ക്കൊരു ട്രിപ്പ് ഇടണം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സോറിയാണ്, ഇത് നമുക്ക് പറ്റൂല. ഞങ്ങൾ 16 ദിവസത്തേക്ക് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തു. അറിയാലോ ഇവിടുത്തെ കഷ്ടപ്പാട്, എക്സ്പെൻസീവ് മാത്രമല്ല, നമ്മൾ ഇതെല്ലാം ഷൂട്ടിംഗ് അപ്രൂവൽ എടുത്തിട്ട് പിന്നെ എനിക്ക് ഇതേ സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് പറ്റത്തില്ല. അപ്പം അങ്ങനെ ആളെ പിടിച്ചൊന്ന് മാറ്റിയിരുത്തിയിട്ട് ഡയറക്ഷൻ, അങ്ങനെ ഞാൻ ഡയറക്ടർ ആവുന്നത്. പിന്നെ ഓൾറെഡി എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു,
പിന്നെ അതെല്ലാം കംപ്ലീറ്റ്ലി നമുക്കറിയാമല്ലോ നമ്മുടെ പ്ലാനിലൂടെയാണല്ലോ ഇത് ചെയ്തു വെച്ചത്. അപ്പം ആദ്യം ഞങ്ങൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ തിരുവനന്തപുരത്ത് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അവിടെ സപ്പോർട്ടില്ല. അപ്പം നമ്മുടെ കോ പ്രൊഡ്യൂസറായ സലിമിക്ക ഉണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ ഗുരുവായൂർ സെറ്റ് ചെയ്ത് തരാം, എൻ്റെ നാടാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഗുരുവായൂരിലോട്ട് എല്ലാം കൂടെ സെക്കൻഡ് സ്കെഡ്യൂളിൽ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫുള്ള് ഗുരുവായൂർ. അങ്ങനെയാണ് സലീമൊക്കെ അവരുടെ സപ്പോർട്ട് വരുന്നത്. അതെ അതെ. ഈ ഷൂട്ടിലും അതുപോലെ തന്നെ സലീമൊക്കെ ഫസ്റ്റ് മുതലേ ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ട്. അത് കാര്യം നമ്മളെ മീൻസ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഏതാളോട് ചോദിച്ചാലും സത്യസന്ധമായി പോകുന്നവർ വളരെ കുറവാണ്. അപ്പം സത്യസന്ധതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ ഒരിക്കലും മലയാളം ഇൻഡസ്ട്രി നിൽക്കില്ല, അത് ഉറപ്പാണ്. ഞാൻ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും, നിൽക്കണം. നമ്മളുടെ പാഷൻ അതാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. എന്തിന് കള്ളത്തരം ചെയ്യണം? കള്ളത്തരമില്ലാതെ നമുക്ക് സിനിമ പിടിക്കാൻ പറ്റും. അപ്പം കള്ളത്തരം ചെയ്തു വരുന്നവരെ കാണുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പം അറിയാം, പൂർണ്ണമായും അറിയാം. അപ്പം എക്സ്പീരിയൻസ്. അപ്പം ആ അനുഭവത്തിൽ നിന്നും അവരെ നമുക്ക് കുറച്ച് മാറ്റി നിർത്തുക, നമുക്ക് പുതിയ ആളെ എടുക്കുക, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ശരിക്കും നമ്മളൊരു സിനിമയായിട്ട് പോകുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ചിലപ്പം ആർട്ടിസ്റ്റ് ആയിരുന്നാലും ശരിയാണ്, നമ്മളിപ്പം ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു, അപ്പം ആ കാസ്റ്റ് ചെയ്ത് നമ്മളത് യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു നിസ്സഹകരണം പോലും നമ്മുടെ സിനിമയെ നന്നായി ബാധിക്കും. ഇപ്പോൾ 10 ആർട്ടിസ്റ്റ് വേണ്ടെടുത്ത് നമ്മൾ അതിൽ 5 ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ 8 ആർട്ടിസ്റ്റ് നന്നായി സഹകരിക്കുന്നു, 2 പേർ അല്ലെങ്കിൽ ഒരാൾ സഹകരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ നന്നായി അത് ഇത് ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം അതാ പറഞ്ഞത്, ഞാൻ എപ്പോഴും ഒരു സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും ഞാൻ ആദ്യം ഉദയനാണ് താരം. ഇതാണ് ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ആ സിനിമയെ ഒന്നും നമിക്കും. കാര്യം എന്ത് വന്നാലും നമ്മൾ സിനിമ ഫിനിഷ് ചെയ്യണം. അതെൻ്റെ ഒരു എന്താ പറയുക, ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിലൊരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരില്ലെങ്കിൽ നമുക്ക് നടത്തി പോകില്ല എന്നുള്ളൊരു വിശ്വാസം അത് വേണ്ട. സിനിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആണ്, പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രീതി എല്ലാം ചീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം പറയുന്നത്, സിനിമ എന്ന് പറയുന്ന ഓരോ ഷോട്ട്സും ഇല്ല, നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഷോട്ടല്ല അപ്പുറത്ത് വയ്ക്കുന്നത്, എല്ലാം ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് സിനിമയാണ്. അത് ഒന്നാമത്തെ പഠനമാണ് ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ സിനിമയുടെ ഇതിലോട്ട് പോയപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ എന്താണ് നമ്മൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കൊരുപാട് പ്രോബ്ലംസ്, അതായത് വേറെ രീതിയിലുള്ള അപ്രോച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്, അങ്ങനെ എന്തെങ്കിലും അനുഭവം? എൻ്റെ അനുഭവം കാരണം ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സെൻസ് ഓഫ് അതായത് ഒരു സ്മെൽ അങ്ങോട്ട് കൊടുത്താൽ ആയിരിക്കണം നമുക്ക്. ഇപ്പൊ തേൻ കാണുമ്പം ഈച്ച കൂടും അല്ലേ, ഈച്ചകൾ വരും എന്ന് പറയുന്ന പോലെ ഈ തേനിന്റെ സ്മെല്ലാണ് അവരെ അട്രാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലേഡീസ് ചെയ്യേണ്ട കാര്യം, ഡോണ്ട് സ്പ്രെഡ് ദാറ്റ് സ്മെൽ. അത് നമ്മളത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്ത് അങ്ങനെ വരത്തില്ല. കറക്റ്റ്. നമ്മൾ സ്പേസ് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്പേസ് ഉണ്ടാക്കി അട്രാക്ട് ചെയ്യുന്നതല്ല, ആക്ച്വലി നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. അതായത് നമ്മളെ പട്ടി കടിക്കാൻ വരുന്നു, എന്തുകൊണ്ടാണ് ദേ സെൻസ് എ സ്മെൽ. അപ്പം എവറി പേഴ്സൺ ഹാസ് എ സ്മെൽ. ഈ സ്മെല്ലിൽ നമ്മൾ പല ഇമോഷൻസാണ്. കരയുന്ന സ്മെല്ല്, കരയുമ്പോൾ ഒരു സ്മെല്ലാണ് വരുന്നത്, അതുകൊണ്ടാണ് വേറൊരാൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഒരു കാമത്തോടുണ്ടാകുന്ന സ്മെല്ല് വേറെയാണ്, റൊമാൻറ്റിക് ആവുന്നത് വേറെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളുടെ ബോഡി അതിനനുസരിച്ച് പെരുമാറും. അപ്പോൾ നമുക്ക് ചുറ്റും വരുന്നത്, ഇപ്പം ഞാൻ 50 മെന്നിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് ടൈം. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ സ്മെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് വേറൊന്നും കൊണ്ടല്ല, ഐ വാസ് ദ ഓൺലി വുമൺ ദർ, വൺ ലേഡി ദർ. പിന്നെ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ ഞാൻ കൊണ്ടു നിർത്തി. പക്ഷേ ഗ്രാജുവലി കുറച്ച് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു, അവരെന്നെ മെന്നായിട്ട് എന്നെ കണ്ടു തുടങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എമിറ്റ് ചെയ്യുന്നില്ല, സച്ച് ടൈപ്പ് ഓഫ് തിങ്സ് ഞാൻ എമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരു മെന്നായി, എൻ്റെ വേഷം മാത്രമേ മാറുന്നുള്ളൂ. അപ്പം അവരും എന്നെ കണ്ടു തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ഇവര് സ്ത്രീയല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ ആ സ്ത്രീ എന്നുള്ളൊരു സംഭവം ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ഡയറക്ടർ ഒരു മെൻ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അപ്പം ഞാൻ പറയുന്നത് ഏതൊരു ലേഡിയും ഇപ്പം എന്താണോ ആവശ്യം അതനുസരിച്ചാണ് നമ്മളവിടെ നിൽക്കാൻ. ഇപ്പം ചിലർ
ഇത് ഞാൻ പറഞ്ഞ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞത് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. തീർച്ചയായിട്ടും അത് അവർ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ കൂടുന്നത്. somehow it is coming out from their body. അപ്പോൾ ആൾ കൂടും. they smell it. മനസ്സിലാവുന്നില്ലേ? ഒരു സ്ട്രീറ്റിൽ കൂടെ പോകുന്ന മെയിൽ ഡോഗും ഫീമെയിൽ ഡോഗിനെ ചിന്തിച്ചാൽ ഇല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഹ്യൂമനിലും. അപ്പം നമ്മളത് കൊടുക്കുന്നില്ല, നോ വൈബ്സ്, നത്തിങ്. പക്ഷെ നമ്മൾ വളരെ നന്നായി സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട്. അപ്പോൾ അവർ വിചാരിക്കും, അവർ ചിന്തിക്കും. ഞാൻ ബോഡി ലാംഗ്വേജ് വെച്ച് റീഡ് ചെയ്യുന്നൊരു വ്യക്തി. അപ്പം അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സ്കൂട്ട് ചെയ്യും. അതെ 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 തീർച്ചയായിട്ടും. അത് ഓരോരുത്തർക്കും അതിനുള്ള നമ്മൾ കൊടുക്കരുത്, ആ ചിന്തിക്കാനുള്ള ടൈം. കറക്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അത് കൊടുക്കാതെ ഇഷ്യൂസിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് മീഡിയയിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പരസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും പീഡനം നടത്തുന്നു. എവിടെയെങ്കിലും ഒരു രഹസ്യമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അത് പീഡനമാണോ അല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല, ആ മുറിക്ക് മാത്രമേ അറിയുള്ളൂ. സോ നമ്മൾ അങ്ങനത്തെ ഡിസ്കഷൻസിലേക്ക് പോകണമെങ്കിൽ അത് ലേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയില്ല. പിന്നെ ചിലപ്പോൾ അവർക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അത് ആ സമയത്ത് അവർക്കത് ബോൾഡ് ആയിരുന്നില്ല. അപ്പോൾ അവർ പതറിപ്പോകുന്നു. അപ്പോൾ അവർക്ക് പോവേണ്ടി വരുന്നു. ചിലരുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ബോൾഡ് ആണെങ്കിൽ അതിന് ആവശ്യം വരില്ല. അല്ലെങ്കിൽ എനിക്ക് സിനിമയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാനിത് പറയുന്നത്, ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. ഇപ്പം ബാക്ക് ഇൻ 20 years ആകുമ്പം എന്നോട് ചോദിച്ചാലും ഞാൻ സിനിമയിൽ പോകത്തില്ല. എനിക്ക് സീരിയലിലും ഒരു ഡാൻസ് ചെയ്യാൻ എന്നെ വിളിച്ചിട്ട് പോലും ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഫീൽഡ് ഈസ് നോട്ട് ഗുഡ് എന്ന് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് കൊണ്ടും പോയില്ല. അന്ന് ആങ്കറിങ്ങിന് വിളിച്ചാൽ പോലും ചെല്ലും. ഞാൻ 2 ചാനലിൽ പോയിട്ടുണ്ട്. ഞാൻ ചെന്നു, അതിൻ്റെ ആംബിയൻസ് നോക്കി. ഐ ഡിഡ് നോട്ട് ലൈക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടുള്ളതിൻ്റെ ഇതാണ് റീസൺ. മനസ്സിലാവുന്നത് നമുക്ക് അവരുമായിട്ട് പറ്റുന്നില്ല, മാച്ച് ആവുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഞാൻ വർക്ക് ചെയ്യാൻ കൈരളിയിൽ പോയപ്പോൾ എനിക്ക് വളരെ നല്ല ഒരു എന്താ പറയുക, അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ലേഡിയാണ്. അപ്പം ഞാൻ സ്മിതയാണ്. സ്മിതയോട് ഞാൻ ചോദിച്ചു, സ്മിത എങ്ങനെയാണ് ഇവിടെ നമ്മളിങ്ങനെ പുറത്തൊക്കെ കേൾക്കാറുണ്ടല്ലോ. പുള്ളി പറഞ്ഞു, നമ്മളെങ്ങനെ നിൽക്കുന്നു അതുപോലെ. ഇഫ് യു റെസ്പെക്ട് അതേഴ്സ്, അതേഴ്സ് വിൽ റെസ്പെക്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചാൻസ് കൊടുക്കരുത്. അപ്പം ദെൻ വെരി ഗുഡ്. അങ്ങനെ ഞാൻ 2 years അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട്, നല്ല എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിനിമ എന്നത് ഈ പറയും പോലെ സിനിമയായിട്ട് പാഷനേറ്റായിട്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? ഇവിടെ UAE സിനിമ എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പം അവരോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, അഭിനയിക്കാനാണെങ്കിൽ നല്ല കൃത്യമായിട്ട് സിനിമ എടുക്കുന്നവരെ കോണ്ടാക്ട് ചെയ്യുക. ഒരുപാട് പേരും സിനിമ വിളിക്കത്തില്ല. അപ്പം അവരുടെ ക്യാരക്ടർ വേറെ ആയിരിക്കും അല്ലേ. ഓൾറെഡി ഒരാൾക്ക് ഒരു സിനിമയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടി പോയി 2 സിനിമ 3-4 സിനിമയൊക്കെ ഇവർ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം ഇയേഴ്സ് വേണം അതിന്. പിന്നെ ഇപ്പോൾ ഡയറക്ടറോ പ്രൊഡ്യൂസറോ മറ്റെന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഡയറക്ടർ പ്രൊഡ്യൂസർ ആണെങ്കിൽ കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ അത് എവിടെയൊക്കെ പോകണു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അഭിനയിക്കാനാണെങ്കിൽ ഒത്തിരി പേര് പാഷനായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ചാൻസ് കിട്ടത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ സിനിമയിൽ ഞാൻ ഏകദേശം 35ഓളം പേർക്ക് അവസരം കൊടുത്തു. ഇതിലും കുറച്ച് പേർക്ക്, പ്രാവശ്യം കുറച്ച് പേർക്ക് ലിമിറ്റ് ചെയ്തു. ഒരു 5 to 10 പുതിയ ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ലിമിറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് വരുന്നവർ എങ്ങനെ നമ്മളടുത്ത് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുന്നവരെ മാത്രം നമ്മൾ വിളിക്കുക. അപ്പോൾ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവുക, ചെയ്യുക. അതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്യാനും പഠിക്കുക. പിന്നെ ഒരുപാട് നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരിക്കലും നമ്മളെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, മറ്റ് രാജ്യത്ത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ കാര്യം ഞാൻ റീസെൻ്റ്ലി ഒരു ഇറാനിയൻ ഡയറക്ടറെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡയറക്ടറാണ്, മലയാളത്തിലാണ് ഫിലിം എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യും നമ്മളെ ഭയങ്കരമായിട്ട്. അപ്പം അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഫസ്റ്റ് ടൈം ഡയറക്ടർ ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണത്. അപ്പം സെക്കൻഡ് ടൈം നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആ ഇൻഡസ്ട്രി എന്താണ്, നമ്മുടെ ടോട്ടൽ ഫിലിമിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വേറൊരാൾക്ക് പറ്റിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബോൾഡായി കഴിഞ്ഞു. അതാണല്ലോ സത്യം അല്ലേ. പിന്നെ ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഇപ്പം ലേഡീസിനെ ആരും വെൽക്കം ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ജെൻസ് മേഖലയായി മാത്രം വെച്ചേക്കുന്നുണ്ട് അല്ലേ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. കാര്യം ലേഡീസിന് ഇഷ്ടംപോലെ ലേഡീസിനെ വന്ന് വർക്ക് ചെയ്യാം ഡയറക്ടറായിട്ടോ, പക്ഷെ ആരും അങ്ങോട്ട് കേൾക്കത്തില്ല, അതാണ് പ്രശ്നം.
പിന്നെ ഈ പറയുന്ന പോലെ 100ഉം 200ഉം ആൾക്കാരൊന്നും ഒരു സിനിമ എടുക്കാൻ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ, മെയിനായിട്ട് വേണ്ട ക്യാമറ, ഡയറക്ടർ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ആർട്ട് ഉൾപ്പെടെ സെൽഫ് ചെയ്യാം. പിന്നെ ചായക്കപ്പ് എടുത്ത് കളയില്ല എന്ന് വാശി പിടിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10-100 വരണം. അല്ല, നിങ്ങൾക്ക് തന്നെ എടുത്ത് കളയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു ദോഷം. അതായത് ചെറിയ ഒരു ടിഷ്യൂ എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കത്തില്ല, അതിനാളെ വിളിക്കണം എല്ലാത്തിനും. ഞാനും അഭിനയിക്കുന്നുണ്ട്. ഞാനൊക്കെ സെൽഫാണ്. മേക്കപ്പ് പോലും സെൽഫാണ്. ഞാനൊന്നും ആരും ഡിപ്പെൻഡ് ചെയ്യാറില്ല ഒന്നിനും. നമ്മൾ എത്ര മിനിമം ഡിപ്പെൻഡൻസി കൊടുക്കാമോ അതാണ്. അപ്പോഴേക്കും നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിൽ തന്നെ നല്ലപോലെ റെഡ്യൂസ് ആവും. കറക്റ്റ്. ഓരോ ചെലവുകളും നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണല്ലോ ഈ ഫിലിം. ഇത് ചെലവ് മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഗൾഫിലായതുകൊണ്ട് ഇല്ലേ, നമ്മൾ എല്ലാ കാര്യവും നമ്മൾ തന്നെ, നമുക്ക് ആരും വരത്തില്ല അല്ലേ. വീട്ടിൽ സെർവൻറ്റ് വന്നാൽ 2 മണിക്കൂറോ 3 മണിക്കൂറിന് വന്നു പോകും അല്ലേ. ഫുൾ ടൈം വെക്കാൻ തന്നെ ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് തിങ്. അപ്പോൾ പറ്റാവുന്ന പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യും. പക്ഷെ നാട്ടിൽ പോയാലോ ഇല്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഓക്കെ, നമുക്കറിയാം ഇതെല്ലാം നമുക്ക് ചെയ്ത് ശീലമായിട്ട് നമ്മളങ്ങ് ചെയ്യും. പക്ഷെ നാട്ടിലുള്ളവരൊന്നും ചെയ്യത്തില്ല. എല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പരിപാടി. നമുക്കിവിടെ പിയൂൺസ് ഇല്ല അല്ലേ. ഓഫീസിൽ പിയൂൺ ഉണ്ടോ? നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നു. ഒരു ഫയൽ എടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ തന്നെ നടന്നുപോയി എടുത്തുകൊണ്ട് വന്ന് ഇരുന്ന് ചെയ്യും. പക്ഷെ നാട്ടിലതല്ല ശീലം. അപ്പം ഈ മിനിമൽ ജോബ്സിന് ആളുകളെ വെച്ച് അവർക്കതൊരു സുഖമായി. അങ്ങനെയല്ല, അവരും ഞാൻ പറയുന്ന ടെക്നീഷ്യൻസോ മറ്റെന്തെങ്കിലും ആയിട്ട് വളർന്നു വരിക, ജോബ് എടുക്കുക. എല്ലാ പണിയും നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും അതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സന്തോഷ് പണ്ഡിതനാണ് കേട്ടോ. കറക്റ്റ്. പുള്ളി എല്ലാ പണിയും ചെയ്യും. അതെ. പുള്ളി ഈ ഫസ്റ്റ് പുള്ളി വരുന്ന സമയത്ത് ഒരുപാട് പേര് പുള്ളിയെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഇരുന്നത്. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കളിയാക്കിയ ആൾക്കാർ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളി വളർന്നു കഴിഞ്ഞു. ഇപ്പം എല്ലാ മേഖലയിലും പുള്ളിയുടേതായ ഒരു സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞു. അല്ല, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ പുള്ളിയെ തന്നെ ഉയർത്തിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാ ഇതിലും ക്യാമറ വെച്ചിട്ട് എനിക്കൊന്ന് ബാക്കിയെല്ലാം സെൽഫാണ് ചെയ്യുന്നത്. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യാൻ പറ്റാത്തവരാണ് ഇരുന്ന് കൂവുന്നത് ഒരാളെ. പുള്ളിയുടെ ഫിലിം റിലീസ് ചെയ്യുകയാണല്ലോ. പുള്ളി എടുക്കുക മാത്രമല്ല, ആ ഒരു അറ്റംപ്റ്റ് പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് ഒന്ന് കുറച്ചുകൂടെ ലേൺ ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിക്കൊണ്ടിരുന്നാൽ എപ്പോഴും സെൽഫ് ലേണിംഗ് നല്ലതാണ്. നമ്മൾ ആദ്യത്തെ സിനിമ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ. അതെ, അത് നമ്മൾ അതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുമല്ലോ. സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൽ പാളിച്ചകളുണ്ടാകും. 100%ഉം അത് ആ സമയത്ത് നമുക്ക് 100% ആയിരിക്കും. പക്ഷെ അത് നമ്മൾ അടുത്തതിലോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ നമുക്ക് ഇന്നത് ഉണ്ടായിരുന്നു. അപ്പം അടുത്തത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുകയും അതിലാണ് നമ്മൾ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അടുത്തതിലോട്ട് വരുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആക്കാൻ തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഓക്കെ. അപ്പം ഏതായാലും അവർ TV 24/7 ഇത്രയും നേരം മാം വരികയും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.